So dear students, the next topic which we have to discuss is transport layer protocols. നമ്മൾ TCP/IP റെഫറൻസ് മോഡൽ പഠിച്ചപ്പോൾ അതിലെ 4 പ്രധാനപ്പെട്ട ലെയേഴ്സിൽ ഒന്നാമത്തത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ അല്ലെങ്കിൽ ഹോസ്റ്റ് നെറ്റ്വർക്ക് ലെയർ, രണ്ടാമത്തത് ഇൻ്റർനെറ്റ് ലെയർ, മൂന്നാമത്തത് ട്രാൻസ്പോർട്ട് ലെയർ, അതിന് മുകളിൽ ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ട് അഥവാ റെഫറൻസ് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സ്പ്ലനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, OSI മോഡൽ നമുക്കൊരു റെഫറൻസ് മോഡൽ മാത്രമാണ്, അത് പ്രാവർത്തികമായിട്ടില്ല. ഒരിക്കലും ഒരു ISO OSI മോഡൽ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിർമ്മാണം നടന്നിട്ടില്ല. പകരം TCP/IP റെഫറൻസ് മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തത്. 1969 ARPANET ആണ് അതിൻ്റെ ഉത്ഭവം. TCP/IP ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ആ റെഫറൻസ് മോഡൽ ഡിസൈൻ ചെയ്തത് തന്നെ ARPANET എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് USA ആണ് ഡെവലപ്പ് ചെയ്തത് ഈ TCP/IP റെഫറൻസ് മോഡലിൽ. അതിലുപയോഗിച്ച 2 പ്രോട്ടോക്കോൾസാണ് TCPയും IPയും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ 4 ലെയറിൽ മൂന്നാമത്തെ ലെയർ, അതായത് ഹോസ്റ്റ് നെറ്റ്വർക്ക് കഴിഞ്ഞ് വരുന്ന ഇൻ്റർനെറ്റ് ലെയറിന് മുകളിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾസാണ് TCP/IP റെഫറൻസ് മോഡലിലെ ട്രാൻസ്പോർട്ട് ലെയറിലുള്ളത്. ഒന്ന് TCP, 2 UDP. എന്താണ് TCP എന്ന് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് UDP. നിങ്ങൾ ഈ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഈ 3 പ്രധാനപ്പെട്ട TCP/IP റെഫറൻസ് മോഡൽ ലെയേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മുകളിലുള്ളതും ട്രാൻസ്പോർട്ട് ലെയറിന് താഴെയുള്ളതുമായിട്ടുള്ള ലെയേഴ്സാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. താഴെയായിട്ട് ഇൻ്റർനെറ്റ് ലെയറും മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ലെയറും കാണാം. നടുക്കുള്ള ട്രാൻസ്പോർട്ട് ലെയർ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ഒന്ന് TCP, 2 UDP. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിലെ ഓരോ ആപ്ലിക്കേഷൻസും അഥവാ ആപ്ലിക്കേഷൻ പ്രോഗ്രാം കമ്പോണൻസും ഇൻ്റർനെറ്റ് ലെയറിലേക്ക് മെസ്സേജ് യൂണിറ്റ്സ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ലെയറിലെ ഈ പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ ആക്ടിവിറ്റിയിൽ കൂടി കടന്നു വേണം ഇൻ്റർനെറ്റ് ലെയറിലേക്ക് ചെന്ന് IP അഡ്രസ്സ് ഫിറ്റ് ചെയ്ത് ആ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. അതല്ലെങ്കിൽ തിരിച്ചു വരുന്ന പാക്കറ്റ് ആണെങ്കിൽ, ഡെസ്റ്റിനേഷനായിട്ടുള്ള മെഷീൻ ആണെങ്കിൽ ഇൻ്റർനെറ്റ് ലെയർ IP അഡ്രസ്സൊക്കെ പരിശോധിച്ചതിന് ശേഷം അത് മുകളിലേക്ക് കൊടുക്കുന്ന ലെയർ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ലെയർ അവിടുത്തെ TCP പ്രോട്ടോക്കോള് അല്ലെങ്കിൽ UDP പ്രോട്ടോക്കോള് അതിൽ ആക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷനിലേക്ക് ഇത് ഡയറക്റ്റ് ചെയ്ത് വിടൂ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് TCPക്കുള്ളത്. ഈ പ്രോട്ടോക്കോളിൻ്റെ ആക്ടിവിറ്റി കഴിയാതെ ഒരിക്കലും മുകളിലത്തെ ലെയറിലോട്ടോ താഴത്തെ ലെയറിലോട്ടോ മെസ്സേജ് യൂണിറ്റ്സിന് അല്ലെങ്കിൽ ഡാറ്റ യൂണിറ്റ്സിന് പോകാനൊക്കത്തില്ല. അപ്പോൾ എന്താണ് TCPയുടെ ഫുൾ ഫോം? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഇറ്റ് പ്രൊവൈഡ്സ് ഫുൾ ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് ടു ആപ്ലിക്കേഷൻസ്. ഞാൻ പറഞ്ഞ കണക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് വേണ്ടുന്ന ഫുൾ ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് ഓഫർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഈ പ്രോട്ടോക്കോളാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫങ്ഷൻസ് ചെയ്തു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ, മീനിങ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. അതായത് ഈ പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വർക്കിംഗ് ഡാറ്റ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിലെ ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോള് ഡെസ്റ്റിനേഷൻ മെഷീനിലെ ട്രാൻസ്പോർട്ട് ലെയറുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തണം. ഒരു വിർച്വൽ കണക്ഷൻ ആയിരിക്കും, ആക്ച്വലായിട്ട് ഉള്ള കണക്ഷൻ അല്ല, സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആയിട്ട്. അതായത് TCP സോഫ്റ്റ്വെയറിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഒരു വിർച്വൽ കണക്ഷൻ ഡെസ്റ്റിനേഷനിലെ മെഷീനുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇങ്ങനൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ നടന്നു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനുള്ളിൽ എന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ TCPയിൽ നിന്ന് പാക്കറ്റ്സ് ഡെസ്റ്റിനേഷനിലേക്ക് പ്രവഹിച്ചു തുടങ്ങും. ഓക്കെ, അതാണ് TCPയുടെ പ്രത്യേകത. അപ്പോൾ ഇതിനെ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന എൻഡ് ടു എൻഡ് പ്രോട്ടോക്കോൾ എന്നോ ഹോസ്റ്റ് ടു ഹോസ്റ്റ് പ്രോട്ടോക്കോൾ എന്നോ വിളിക്കാനൊക്കും. ഓക്കെ, അപ്പോൾ എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന
പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഈ TCP ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ജോലി ചെയ്യുന്നത്, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതുകൊണ്ട് കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്, അതൊരു റിലയബിൾ പ്രോട്ടോക്കോളാണ്. കാരണം എന്താ, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം സംസാരിക്കുമ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് ഈ പാക്കറ്റ് എത്തുമെന്നുള്ള ഉറപ്പാണ്. നേരെ മറിച്ച് ഇവിടുന്ന് ഡാറ്റ പാക്കറ്റ് അയക്കുന്നു, ഡെസ്റ്റിനേഷനുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കുന്നില്ല. ഈ പോകേണ്ടുന്ന പാക്കറ്റ് ഏതെങ്കിലുമൊക്കെ വഴി താണ്ടി ഡെസ്റ്റിനേഷനിൽ എത്തണം. അത് അൺറിലയബിൾ എന്ന് പറയും. അപ്പോൾ TCPയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് കണക്ഷൻ ഓറിയൻറ്റഡ്, ഇറ്റ് ഈസ് റിലയബിൾ, only the communication is possible once the connection is established by the TCP of the sender and the TCP of the receiver. So it is called end-to-end protocol അല്ലെങ്കിൽ point-to-point connection establishing protocol. For creating the connection, TCP generates a virtual circuit between sender and receiver. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിഡൻ്റ് ആയിട്ട് ഇവ തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ലിങ്ക് നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും ഒരു വിർച്വൽ കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അതായത് അതിൻ്റെ താഴത്തെ സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോടു കൂടിയും ഹാർഡ്വെയറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോലുള്ള ഒരു പ്രതീതി കിട്ടുന്നത്. അതുകൊണ്ടൊരു വിർച്വൽ കണക്ഷൻ, ഒരു വിർച്വൽ സർക്യൂട്ടാണ് സെൻറ്ററും റിസീവറും തമ്മിൽ ഈ ട്രാൻസ്മിഷൻ നടക്കുന്ന ഡ്യൂറേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് TCP പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ? ഒന്ന്, സ്ട്രീം ഡാറ്റ ട്രാൻസ്ഫർ. ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുക എന്നുള്ള ലക്ഷ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ TCP പ്രോട്ടോക്കോൾ. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് കണ്ടിന്യൂസ് സ്ട്രീംസ് ഓഫ് ബൈറ്റ്സ്. അപ്പോൾ സെൻഡ് ചെയ്യേണ്ടുന്ന ഡാറ്റയെ ഒരു കൂട്ടം ബൈറ്റ്സിൻ്റെ കളക്ഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കും. അയക്കേണ്ടുന്ന ഡാറ്റ മെസ്സേജ് യൂണിറ്റ്സിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് തള്ളി വിടുകയും താഴത്തെ ലെയറിനെ കൊണ്ട് അത് പ്രൊസീഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. സോ TCP ഗ്രൂപ്പ് ദ ബൈറ്റ്സ് ഇൻ ദ ഫോം ഓഫ് TCP സെഗ്മെൻറ്റ്. നമ്മൾ പഠിച്ചല്ലോ TCP/IP പ്രോട്ടോക്കോൾ റെഫറൻസ് മോഡൽ പഠിച്ചപ്പോൾ. ഈ TCP പ്രോട്ടോക്കോളിൻ്റെ ജോലിയാണ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആക്കും. ഈ വലിയ മെസ്സേജസ് മുകളിൽ നിന്ന് താഴെ ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത വലിയ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫയൽ നമ്മൾ സെൻഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് TCPയിലെത്തപ്പോൾ TCPയുടെ ജോലിയാണ് അതിനെ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആക്കുക, കഷ്ണങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. എന്നിട്ട് ആരുടെ കയ്യിൽ കൊടുക്കും? ഈ ഓരോ ചെറിയ കഷ്ണങ്ങളും അതിൻ്റെ ഒരു ഹെഡറും കൂടെ ഫിറ്റ് ചെയ്ത്, TCPക്ക് മറ്റു കുറേ ജോലികളുണ്ട്, ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹെഡറും കൂടെ ഫിറ്റ് ചെയ്ത് ഇൻക്ലൂഡിങ് സീക്വൻസ് നമ്പർ, ഈ സെഗ്മെൻറ്റ് നമ്പറുകളും ഫിക്സ് ചെയ്തിട്ട് ഇത് താഴത്തെ IP-യുടെ കയ്യിലോട്ട് വിടും. IP-യുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ TCP സെഗ്മെൻറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഈസ് പാസ് ടു ദ IP ലെയർ സോ ദാറ്റ് ദ ട്രാൻസ്മിഷൻ വിൽ പ്രോഗ്രസ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. TCP itself segments the data and forward the IP. അപ്പോൾ TCPയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ ഓഫ് ലാർജ് മെസ്സേജസ് വിച്ച് ഈസ് റിസീവ്ഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ലെയർ. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ലാർജ് മെസ്സേജസിനെ കൊച്ചു കഷ്ണമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം. എന്നിട്ട് ഓരോ കഷ്ണവും സ്ട്രീംസ് ഓഫ് ബൈറ്റ്സ് ആയിട്ട്, ബൈറ്റുകളുടെ ഒരു കൂന ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തള്ളി വിടുകയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലയബിലിറ്റി ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് TCP. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ റീസൺ അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ദ TCP അസൈൻസ് എ സീക്വൻസ് നമ്പർ ടു ഈച്ച് ബൈറ്റ് ട്രാൻസ്മിറ്റഡ് ആൻഡ് എക്സ്പെക്ട്സ് എ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് ഫ്രം ദ റിസീവിങ് TCP. ഡെസ്റ്റിനേഷനിലെ TCP പ്രോട്ടോക്കോളിൻ്റെ ദൗത്യമാണ് ഇത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് അക്നോളജ്മെൻറ്റ് അയക്കേണ്ടത്. ആ അക്നോളജ്മെൻറ്റ് പ്രതീക്ഷിക്കും ആര്? സെൻഡ് ചെയ്യുന്ന TCP. എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? പോകുന്ന ഓരോ പാക്കറ്റിനകത്തും സീക്വൻസ് നമ്പർ ഫിറ്റ് ചെയ്ത് അയക്കുന്നത് കൊണ്ട് ആ സീക്വൻസ് നമ്പറിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ചു വരുന്ന അക്നോളജ്മെൻറ്റ് ഫ്രെയിമിനകത്ത് കാണും. അങ്ങനെയാണെങ്കിൽ TCPക്ക് മനസ്സിലാവും ഞാൻ അയച്ച സെഗ്മെൻറ്റ് യാതൊരു കേടും കൂടാതെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരുന്നു. ഇഫ് ACK ഈസ് നോട്ട് റിസീവ്ഡ്. എന്താ ACK എന്ന് പറഞ്ഞാൽ? ACK എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഒരു അക്നോളജ്മെൻറ്റ് ഫ്രെയിമിൻ്റെ, അതായത് അക്നോളജ്മെൻറ്റിൻ്റെ. ഈസ് നോട്ട് റിസീവ്ഡ് വിത്തിൻ എ ടൈം ഇൻ്റർവെൽ ദ ഡാറ്റ ഈസ് റീട്രാൻസ്മിറ്റഡ് ടു ദ ഡെസ്റ്റിനേഷൻ. അതായത് നിശ്ചിത സമയം വരെ ഡെസ്റ്റിനേഷനിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ല, അക്നോളജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ റീട്രാൻസ്മിഷൻ മുൻകൈ എടുക്കും ഈ TCP.
ദ റിസീവിംഗ് TCP യൂസസ് ദ സീക്വൻസ് നമ്പർ ടു റീഅസംബിൾ ദ സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഇതുപോലെ ഡെസ്റ്റിനേഷനിലേക്ക് ഈ പറയുന്ന മെസ്സേജ് സെഗ്മെൻറ്റ്സ് അയച്ചു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനിൽ ഇത് എത്തിച്ചേരുന്നത് ചിലപ്പം കറക്റ്റ് ഓർഡറിലൊന്നും ആവണമെന്നില്ല. അപ്പോൾ ഡെസ്റ്റിനേഷനിലെ TCPയുടെ ജോലിയാണ് സീക്വൻസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രോപ്പറായിട്ട് അടുക്കിപ്പറക്കി റീഅസംബിൾ ചെയ്ത് കൂട്ടി യോജിപ്പിക്കേണ്ടത്. റീഅസംബിൾ ചെയ്തിട്ടേ അത് മിക്സ് ചെയ്ത് ആ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിംസ് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അക്നോളജ്മെൻറ്റ് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ടൈം ഔട്ട് ആയിട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം വീണ്ടും അയച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഒരു സെൻറ്ററിൽ നിന്ന് ഒരു ഡാറ്റ പാക്കറ്റ് TCP അയച്ചു, ഡെസ്റ്റിനേഷനിൽ അത് ഭംഗിയായിട്ട് എത്തി, ഡെസ്റ്റിനേഷനിൽ നിന്ന് അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചു, വരുന്ന വഴിയിൽ അക്നോളജ്മെൻറ്റ് ലോസ്റ്റായി, അക്നോളജ്മെൻറ്റ് അയച്ചാളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അയച്ചാൾ എന്ത് ചെയ്യും? റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രെയിമും ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ ഒരേ ഫ്രെയിം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എവിടെ കിട്ടും? ഡെസ്റ്റിനേഷൻ കിട്ടും. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിംസുകളുടെ ഇഷ്യൂ സോൾവ് ചെയ്യുന്ന ജോലിയും TCPക്ക് ഉണ്ട്. Next feature is flow control. When receiving TCP sends an acknowledgement back to the sender indicating the number of bytes it can receive through overflowing its internal buffer. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലോ കൺട്രോളിൻ്റെ ഒരു ദൗത്യം കൂടി TCP ചെയ്യും. അതായത് TCP ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മെസ്സേജ് അയക്കുമല്ലോ, അതായത് എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ റിസീവിങ് TCP എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനിലാണല്ലോ, ഇത് തിരിച്ച് അക്നോളജ്മെൻറ്റ് അയക്കുമല്ലോ, അതായത് നിങ്ങൾക്ക് ഡാറ്റ അയക്കാന്നുള്ളത്. അതിനകത്തൊരു സൂചനയും കൂടെ കൊടുക്കും, നമ്പർ ഓഫ് ബൈറ്റ്സ് ഇറ്റ് ക്യാൻ റിസീവ് വിത്തൗട്ട് ഓവർഫ്ലോയിങ് ഇറ്റ്സ്. അതായത് ഒരു സൂചന നൽകുകയാണ്, നിങ്ങളിപ്പം ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഡാറ്റ നിങ്ങൾ തള്ളി വിടുന്നത് പെട്ടെന്ന് വന്നാലും കൈകാര്യം ചെയ്യാൻ ഒക്കുമെന്നുള്ളൊരു സൂചന ഡെസ്റ്റിനേഷൻ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് സെൻറ്റർ TCPക്ക് അത് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വിടാനൊക്കും. അങ്ങനെ ഫ്ലോ കൺട്രോളിന് TCP ഉപകാരപ്രദമാണ്. TCP/IP റഫറൻസ് മോഡൽ. The number of bytes is sent in ACK in the form of highest sequence number that it can receive without any problem. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രാമത്തെ സീക്വൻസ് നമ്പർ വരെ ഉള്ളത് ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ് എന്ന് അറിയിക്കുന്ന ഒരു ജോലി ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലോ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇപ്പോൾ 60 അയച്ചു കഴിഞ്ഞാൽ 60 ഫ്രെയിം ഉടൻ തന്നെ സെൻറ്റർ അയച്ചു കൊടുക്കും. അപ്പോൾ അക്നോളജ്മെൻറ്റിനകത്ത് ആ ഒരു ഫീൽഡ് കാണും, അതായത് എത്രത്തോളം ബൈറ്റ്സ് ഇപ്പോൾ റിസീവ് ചെയ്യാം, അതിൻ്റെ ബഫർ ഓവർഫ്ലോ ചെയ്യാതെ. ദിസ് മെക്കാനിസം ഈസ് ഓഫൺ റെഫേർഡ് ആസ് എ വിൻഡോ മെക്കാനിസം. അതിനാണ് ഒരു വിൻഡോയിങ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടല്ലോ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളിലും ഒരു വിൻഡോ മെക്കാനിസം കൊണ്ടാണ് ഈ സെൻഡിങ് നടക്കുന്നത്. അതുപോലെ TCP ലെയറിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ ഇത് നടക്കും. ഇനി നെക്സ്റ്റ് ഫീച്ചർ ഈസ് മൾട്ടിപ്ലെക്സിങ്. വേറൊരു പ്രധാനപ്പെട്ട ജോലി മൾട്ടിപ്ലെക്സിങ്. എന്താ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് അക്സെപ്റ്റിംഗ് ദ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഫോർവേഡിങ് ടു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓൺ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ. അതായത് ഒരു മൾട്ടി ടാസ്കിങ് ജോലിയാണ് ഈ TCPക്ക് ചെയ്യാൻ ഒക്കുന്നത്. അതായത് പലതരം ആപ്ലിക്കേഷൻസ് സൈമുൾട്ടേനിയസ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡാറ്റ താഴോട്ട് അയക്കുക. വ്യത്യസ്തമായ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്ത തരം ഡാറ്റയെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കാനൊക്കെ. ഒരേ ഡെസ്റ്റിനേഷനല്ല, വ്യത്യസ്തമായ ഡെസ്റ്റിനേഷനിലേക്ക് പാരലായിട്ട് അയക്കാൻ കഴിയുന്ന ജോലിക്ക് പറയുന്ന പേരാണ് മൾട്ടിപ്ലെക്സിങ്. എന്താണ് മൾട്ടിപ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ? TCPയുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. ദ പ്രോസസ് ഓഫ് അക്സെപ്റ്റിംഗ് ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ അറ്റ് ദ ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിലുള്ള പലതരം ആപ്ലിക്കേഷൻസിൽ നിന്ന് വരുന്ന ഡാറ്റയെ സ്വീകരിച്ച് പല ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ഇത് തെറ്റുകൂടാതെ അയച്ചു കൊടുക്കുക. ഇനി അറ്റ് ദ റിസീവിങ് എൻഡ് ദ ഡാറ്റ ഈസ് ഫോർവേഡഡ് ടു ദ കറക്റ്റ് ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഇതിപ്പം ഒരേ കമ്പ്യൂട്ടറിലാണ് ഇത് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പോലും രണ്ട് വ്യത്യസ്തമായ ആപ്ലിക്കേഷനിൽ നിന്ന് അയച്ച ഡാറ്റയെ TCPക്ക് വേർതിരിച്ചറിയാനൊക്കും റിസീവ് ചെയ്യുമ്പോൾ. ഇപ്പം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് 2 തരം ഡാറ്റ എത്തി. ഒന്ന് ചാറ്റിന് വേണ്ടി ഉള്ളത്, ഒന്ന് ഇമെയിൽ ഡാറ്റ. അപ്പോൾ ഇമെയിൽ ഡാറ്റ ഇമെയിൽ സോഫ്റ്റ്വെയറിനകത്തും ചാറ്റ് ഡാറ്റ ചാറ്റിനകത്തും അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. അതിന് പറയുന്ന പേരാണ് ഡീമൾട്ടിപ്ലെക്സിങ്. അതായത് എത്തുന്ന പാക്കറ്റിനെ കറക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടും. ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ വിടാനൊക്കും. ഒരേ കമ്പ്യൂട്ടറിൽ തന്നെ ആണെങ്കിൽ വ്യത്യസ്ത ആപ്ലിക്കേഷനിൽ വന്ന ഡാറ്റയെ വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷനിൽ തന്നെ അത് എത്തിക്കും. അതാണ് ഡീമൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നത് ഈ TCPയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ.
TCP transmits the packet to the correct application by using the logical channel known as port. ഇതിനാണ് ഈ TCPയുടെ ലെയർ ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ട് ലെയറിൽ ഓരോ ആപ്ലിക്കേഷനും ഓരോ പോർട്ടുണ്ട്. ഓക്കെ, പോർട്ടിന് ഓരോ പോർട്ട് നമ്പറുകളുണ്ട്. ഇപ്പോൾ HTML പോർട്ട് അല്ലെങ്കിൽ FTP പോർട്ട്, ഇങ്ങനെ ഓരോ തരം ആപ്ലിക്കേഷനും കടന്ന് പുറത്തേക്ക് പോകാനുള്ള, അതായത് ടോപ്പ് ലെയറിലേക്ക് പോകാനുള്ള പോർട്ടുണ്ട്. ആ പോർട്ട് വഴിയാണ് ഓരോ തരം അപ്പർ ആപ്ലിക്കേഷനും ട്രാൻസ്പോർട്ട് ലെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് ത്രൂ വിച്ച് ഈച്ച് ഓഫ് ദ ആപ്ലിക്കേഷൻ റിസീവ്സ് ഇറ്റ്സ് ഓൺ ഡാറ്റ, അല്ലാതെ മറ്റുള്ളവരുടെ ഡാറ്റയല്ല. അപ്പോൾ പോർട്ടുകൾ വഴിയാണ് TCP ഈ പറയുന്ന ഡീമൾട്ടിപ്ലക്സിങ് എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നത്. ഇനി എസ്റ്റാബ്ലിഷിംഗ് ലോജിക്കൽ കണക്ഷൻസ്, ദ കോമ്പിനേഷൻ ഓഫ് സോക്കറ്റ്സ്, sequence numbers and window sizes is called logical connection. Each connection is identified by the pair of sockets used to send and receive processes. ഈ പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒന്നാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഈ ത്രൂ കോമ്പിനേഷൻ ഓഫ് സോക്കറ്റ്സിലൂടെയാണ്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ സോക്കറ്റ്സ് ഓർ പോർട്ട്സ് വഴിയാണ് കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻസിലേക്ക് കറക്റ്റായിട്ടുള്ള പാക്കറ്റ്സ് അയക്കുന്നത്. അങ്ങനെ ഈ സോക്കറ്റ്സിൻ്റെയും പോർട്ടുകളുടെയും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ് നമ്മൾ ലോജിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത്. പലതരം ആപ്ലിക്കേഷനിലേക്ക് അയക്കാനായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് സോക്കറ്റ്സ് ആണ്. സോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എവിടെയാണ് പിന്നെ ഇലക്ട്രിക്കൽ പ്ലഗ് പോയിൻ്റ് അമർത്തുന്നത്, അതുപോലെ ഓരോ ആപ്ലിക്കേഷനും വന്ന് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ പോയിൻ്റാണ് സോക്കറ്റ്. അവിടെ പോർട്ടുണ്ട്, ആ പോർട്ട് വഴിയാണ് ഇത് ഇറങ്ങിയും കയറുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ TCPക്ക് മോഡേൺ ഡേയിൽ സാധിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഫുൾ ഡ്യൂപ്ലക്സ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ ഫ്ലോ സൈമിൾട്ടേനിയസ് ആയിട്ട് സെയിം ടൈമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താനായിട്ട്, അതായത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ TCPക്ക് റിസീവ് ചെയ്യാൻ നോക്കും. അപ്പർ ലെയറിലേക്ക് ആപ്ലിക്കേഷൻസിലേക്ക് ഡാറ്റ മുകളിലേക്ക് വിടും, അതേ സമയത്ത് മുകളിൽ നിന്ന് മറ്റ് കമ്പ്യൂട്ടറിലേക്ക് പോകേണ്ടുന്ന ഡാറ്റ അത് അയക്കുകയും ചെയ്യും. അപ്പോൾ ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, so to achieve this, the TCP should have sending and receiving buffers. അതിന് സെൻഡിങ് ആൻഡ് റിസീവിങ്ങിന് വേണ്ടി ബഫർ സിസ്റ്റം ഉണ്ട്. അതായത് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് വരുന്ന ഡാറ്റ പാക്കറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയും കറക്റ്റായിട്ടുള്ള പോർട്ട് വഴി അല്ല കറക്റ്റായിട്ടുള്ള പിന്നെ ലോജിക്കൽ ചാനൽ വഴി താഴോട്ട് വിടുകയും, അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഡാറ്റ പാക്കറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയും കറക്റ്റായിട്ടുള്ള സോക്കറ്റും പോർട്ട് വഴി അപ്പർ ലെയറിലേക്ക് വിടുകയും ചെയ്യുന്നത്. അപ്പോൾ TCP ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാതെ ഡാറ്റ ട്രാൻസ്മിഷൻ TCP തുടങ്ങത്തില്ല. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആദ്യം. എന്നിട്ട് ഡാറ്റ എക്സ്ചേഞ്ച് നടക്കും ബോത്ത് ഡയറക്ഷനിലേക്ക്. ആ എക്സ്ചേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് TCP വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി TCP സെഗ്മെൻറ്റ് ഫോർമാറ്റ് അടുത്തത്.